പോയി നോക്കട്ടെ. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലും ഹാപ്പിയിലും എടുക്കുന്ന ഒരു വ്ളോഗും കൂടിയാണിത്. വേറെ ഒന്നുമല്ല, ഇന്നത്തേക്ക് ഇന്ത്യയും ഹിബന്റെയും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 3 വർഷമാവാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിലാണ് നമ്മുടെ ലൈഫൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ഈ ഒരു 3 വർഷം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 3 വർഷം ഒന്നും പോയത് അറിഞ്ഞില്ല കേട്ടോ. ഈ അടുത്ത് നമ്മൾ നിക്കാ ആനിവേഴ്സറി കഴിഞ്ഞ ഒരു ഫീലൊക്കെ എനിക്ക്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്, ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഓളവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു സർപ്രൈസ്, എന്താ പറയുക, വലിയൊരു സർപ്രൈസ് ഒന്നുമല്ല, അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിങ്ങനെ പോയി വാങ്ങിച്ചിട്ട് ഇവക്ക് കൊടുക്കണം. അപ്പോൾ ഓളെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സുഖം നമുക്കൊരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, അപ്പോൾ അത് അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഞാനും എൻ്റെ അനിയത്തിയും കൂടിയും പോയിട്ട് വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു 3 വർഷം ഭയങ്കര ഒരു അടിപൊളി ലൈഫായിരുന്നു. കാരണം ബിഫോറോ അല്ലെങ്കിൽ ആഫ്റ്റർ വെഡിങ്ങോ ലൈഫ് അടിപൊളി നിന്നോട് ആരെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുക ആഫ്റ്റർ വെഡിങ് എന്നാണ്. കാരണം ആഫ്റ്റർ വെഡിങ് ആയിരുന്നു എൻ്റെ ലൈഫ് ഒന്നുകൂടി ഭംഗി കിട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്തൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഗിഫ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം, ബാക്കി കാണാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ നോമ്പൊക്കെ തീർന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ആ സാധനം കളക്ട് ചെയ്തിട്ട് വേണം ഇപ്പം കൊണ്ടുപോയി കൊടുക്കാൻ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും പെങ്ങളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏകദേശം രാത്രിയായി. ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തത്, പിന്നെ വിചാരിച്ച് നോമ്പൊക്കെ തുറന്ന് റാഹത്തായിട്ട് അങ്ങ് പോകാൻ വിചാരിച്ച്. അപ്പോൾ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നപ്പോൾ ഇനി അവിടെ പോയിട്ട് ആ സാധനം എടുത്തിട്ട് നേരെ ഹിബൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇപ്പം കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിബൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റും പിന്നെ സ്പ്രേയും പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഒരു കുറച്ച് ചെറിയൊരു എന്താ പറയുക ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാ. എന്റെ കൂടെ ഉള്ളത് ഇപ്പൊ പെങ്ങളാട്ടം കണ്ടിന്യൂസ് ഒരു പെർഫ്യൂമും പിന്നെ നമ്മളൊരു ഒരു ചെറിയൊരു ഫ്രെയിമും ചോക്ലേറ്റും കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞി ഗിഫ്റ്റ് അല്ലേ, കാണാൻ രസമുണ്ട്. അപ്പൊ ഇനി ഇതിപ്പോ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ കൊണ്ടുപോയി കൊടുത്തിട്ട് അവളെ റിയാക്ഷൻ എന്താന്നുള്ളത് കാണാൻ നോക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് വന്നാണ്. എന്താ പറയാ, ഗിഫ്റ്റിന്റെ പേര് അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് സൈൻ ലബാൻ. പക്ഷെ സൈൻ ലബാൻ ആണെന്നല്ല, ഏതൊരു ലബാനാണ്, ഏതെങ്കിലും ലബാനാവട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു നല്ലൊരു എന്താ പറയാ മെനു നോക്കിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ഇവിടുത്തെ ഇതുവരെ വന്നത്, ആദ്യമായിട്ട് കാണാണല്ലേ. അപ്പൊ നോക്കിയിട്ട് എന്താ പറയാ വീട്ടിലേക്ക് വാങ്ങാനുള്ള അല്ല എന്താ പറയാ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു പരിപാടിയിലാണല്ലേ ന്യൂസ്. ഇപ്പൊ നല്ല ലേറ്റ് ആയി സമയം. സമയം എത്രയായി? 9:15. ഇപ്പം നമ്മളിവിടെ ഒരു ലബാനിൽ വന്നാണ്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചെറിയൊരു ഗിഫ്റ്റ് മാരത്തൊരു കേക്ക് ഉണ്ട്. ഗിഫ്റ്റ് മാരത്തൊരു എന്താ പറയുക ഒരു കേക്ക് ഉണ്ട്. ഇവിടുത്തെ ട്രെൻഡിങ് ആ സ്ഥലം കാട്ടിയിട്ട് അതൊന്ന് വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ട് പോണ പരിപാടിയാണ്. അപ്പോൾ അതാ നമ്മൾ ഇവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എന്നെ കുറേ വിളിച്ചിരുന്നു, ഞാൻ എടുത്തിയില്ല. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ചിലപ്പോൾ പോയി നോക്കട്ടെ അവിടെ ഉള്ളതെന്നുള്ളത്. അവളെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നതായിരുന്നു നമ്മളെ പറഞ്ഞില്ല. ചിലപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കും. എന്താ കറിയ പഠിച്ചാൽ പോയി നോക്കട്ടെ. ഇരിക്കുന്നുണ്ട്. ഹാപ്പി നിക്കാ ആനിവേഴ്സറി. മറ്റേ മാതിരി എടുക്കുന്നു സാർ ആടക്ക്. അപ്പോൾ നമ്മളെ കൊണ്ടാട്ടിക്ക് നമ്മൾ കൊടുക്കാണ്. ഇതൊന്ന് മുട്ടായും കുറച്ചൊരു രസമുണ്ടോ, ക്യൂട്ടാ. ഇനി വിചാരിക്കുന്ന മാരൊക്കെ ഒന്നുമല്ല, ഒരു ചെറിയ സംഭവം. ഇനി നാളത്തേക്ക് രാത്രി നിക്കാ മനസ്സിലായല്ലോ. നാളെ അടുത്ത മാസം 20 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബർത്ത്ഡേ. അതിന് വേറെ വേണം. അതുകൊണ്ട് ഇതിപ്പോ ചെറിയ കുഞ്ഞാ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഇവിടെ. മുട്ടായി തിന്നണെന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ എന്താ എന്നാ മുട്ടായി തിന്നണം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ തിന്നാ കൊള്ളും. ഒരാളവിടെ കാത്തുക്കുന്നുണ്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ കാത്തുക്കുന്നുണ്ട് പൊട്ടിക്കാൻ. ഒരാൾ കാത്തുക്കുന്നുണ്ട് ഇനി പൊട്ടിക്കാൻ വേണ്ടി. അത് എനിക്കും അറിയില്ല. ഒന്നുമില്ലടി, അത് മറ്റേത് അത് റോയൽ സെലങ്കാട്ടി. ഒരു എന്താ പറയാ നമ്മളിങ്ങനെ
ബർത്ത്ഡേനൊക്കെ ഗിഫ്റ്റ് എടുക്കുന്ന സ്ഥലം കാട്ടിയത്. അത് ഫ്രിഡ്ജ് കൊണ്ടേ ചെയ്യപ്പാ. അതല്ല എനിക്ക് ഷുഗർ ഇഷ്ടമുള്ളത് സ്ഥലം കാട്ടിയൊക്കെ. അതെന്താ പൊട്ടിച്ചു നോക്കുന്നല്ലേ? പൊട്ടിച്ചു നോക്കി ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാം അങ്ങനെയൊന്നോ എണ്ണിയൊക്കെ അത് മറ്റേ ഇതാ നമ്മളെ എന്താ പറയാ ഫോട്ടോ ആയിരിക്കും. ഫോട്ടോ ഇത് പിടി സാർ. അത് പിടി, ഇത് പിടി. കണ്ടോ ഹാർട്ട് ലവ്ച്ചിനെ കണ്ടില്ലെങ്കിൽ ലവ്ച്ചിനെ കണ്ടോ? ഒരു ഒട്ടിച്ചേക്ക് നല്ല പശ ഇട്ടിട്ട്. വേണ്ട അത് നിങ്ങളെ പൊട്ടിച്ചാണ്. അതിനെന്താ തുറന്നു നോക്ക്. ഞാനാണ് വാങ്ങിച്ചത് വെച്ചിട്ട് അങ്ങ് തുറന്നു നോക്കി കൂടാ. അതപ്പോ അതൊക്കെ ഇപ്പൊ സെറ്റാക്കി. ഇത് ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് ആട്ടോ. ഇപ്പൊ അടുത്ത മാസം നമ്മളെ ബർത്ത്ഡേക്കാണ് നമ്മള് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനെ ഓർമ്മ വന്നപ്പോ ഞാൻ വേഗം പോയി വാങ്ങിച്ചോണ്ടു. എനിക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ ടൈം ലേറ്റ് ആകാൻ വെച്ചിട്ട് വേഗം പോയി വാങ്ങിച്ചോണ്ടു. അതന്നെ ഗിഫ്റ്റ് അല്ലേ ഇപ്പൊ. എന്താ എന്താണ് ഞാനും നോക്കി. പെർഫ്യൂം അങ്ങനല്ല പെർഫ്യൂം ഇല്ലാന്ന് പറഞ്ഞു. നീ പറഞ്ഞു കിന്നോട് രസം ഉണ്ട്. ഷുഗർ ചെക്ക് ചെയ്താ? ഷുഗർ ചെക്ക് ചെയ്താ സത്യമായിട്ട്? റിലീഫ് ഇനി ഞാനാ സത്യം പറയട്ടെ, ഇത് നമുക്കൊരു ആൾക്ക് ഒരു ഗിഫ്റ്റ് തന്നാ. ഒരു ഷുഗർ ഫീൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി നമുക്ക് ഗിഫ്റ്റ് തന്നാ ആനിവേഴ്സറി. ഞാൻ എനിക്ക് തുറന്നപ്പോൾ ഇതിലെന്താ കാണുന്നത് ഓലെന്നെ ആ അതില് ഞാൻ നോക്കുന്നത് എന്തായാലും അതിന്റെ ഷുഗർ ഫിൽസ്. ഇതെന്താ നിങ്ങൾ തന്നത് മനസ്സിലാവുന്നില്ല. എന്താ എന്ത് ഇങ്ങനെ പെട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം നമുക്ക്. അത് നമ്മളെ ഇതാണ്. പിന്നെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു. പെർഫ്യൂം അത് പെർഫ്യൂം ആയില്ലെങ്കിൽ ഇനി അടുത്ത പൊട്ടിക്ക്. കഴിഞ്ഞോ? അല്ലോ ഇന്റെ ഫോട്ടോ മറ്റേ ഇതുണ്ടല്ലോ. ഇല്ല ഗൈസ് സോറി, ഞാൻ എന്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി സാധനം കൊടുത്തിരുന്നു. ബട്ട് ഒരു ഫ്രെയിം ഉണ്ടായി തന്നില്ല. ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരുന്നു, പക്ഷെ ഫ്രെയിം കിട്ടിയില്ല. പോട്ടെ. ഹാപ്പി ആണോ? ലവ് ഷേപ്പിൽ മറ്റേ സ്ട്രോബെറി വെച്ചിട്ടുണ്ടെങ്കിൽ
രസമുണ്ടോ? എന്തിന്റെ ഫ്ലേവറാ? സ്ട്രോബെറിന്റെ ഫ്ലേവറാ? നൈസ് അല്ലേ? ആ പ്രസന്റേഷൻ അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ സർപ്രൈസ് പരിപാടിയും ഗിഫ്റ്റൊക്കെ കഴിഞ്ഞ് എന്താ ഹാപ്പി ആയോ? നീ എക്സ്പെക്ട് ചെയ്തിരുന്നു? എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മള് നിക്കാ ആനിവേഴ്സറി നമ്മള് ആഘോഷിക്കുന്നില്ല. നമ്മള് കാര്യമായിട്ട് ആഘോഷിക്കില്ല. നമ്മളെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ആണ്. നിക്കാ ആനിവേഴ്സറി നമ്മള് കേക്ക് സാധാരണ ഒരു കേക്ക് മുറിച്ച് നമ്മളാണ് കഴിക്കല്. അതാണ് നമ്മളെ നിക്കാ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ. ഉറപ്പ് വെക്കുന്നുണ്ടോ? കേക്ക് നമ്മൾ മുറിക്കലുണ്ട് എല്ലാ കൊല്ലം. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഒരാള് ഗിഫ്റ്റ് തന്നേനാ ലൈവ. ഓളെ അറിയില്ലായിരുന്നു. അപ്പോൾ ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മളെ ലൈഫിലെ ഒരുമിച്ചിട്ട്, അതായത് നിക്കാ കഴിഞ്ഞിട്ട് 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ ആദ്യം അതിനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്താ പറയുക, 3 വർഷം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല. ഇത്ര പെട്ടെന്നാണല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താ പറയുക ഒരു മെമ്മറബിൾ ഡേ ആണ്. ഇനി ഫുള്ളും എന്താ പറയുക റമദാൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കില്ല എല്ലാവരും. ഇവിടെ ഒരാൾ ഉറക്ക് തൂങ്ങിയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ബൈ.